ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 17, അതായത് ഇന്നത്തെ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ അവലോകനമായിട്ടാണ്. ഇതെന്താണ് ഈ വേഷത്തിലെന്ന് ചിന്തിക്കേണ്ട, വൈകിയത് എന്താണെന്ന് ചിന്തിക്കേണ്ട. ഞാൻ തിരുവനന്തപുരത്താണ്, ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, പ്രസ് മീറ്റിന് വന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഭാഷയിലുള്ളത് കൂടി ഞാനൊന്ന് താരതമ്യം പറയാം. കാരണം ഞാൻ പുറത്തായതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നില്ല, ഒരു താരതമ്യം മാത്രം ഞാൻ പറയാം. ഇന്നലെ വന്നിരിക്കുന്ന കന്നഡയായിരുന്നു ഇന്നലെ ഏറ്റവും സൂപ്പർ എന്ന് പറയാൻ പറ്റിയത്. കാരണം കന്നഡയിൽ ഈ പറഞ്ഞ പോലെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 4 ജഡ്ജസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കുട്ടിക്ക്, ഹൈ പ്രൊഫൈലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞപ്പം അവൾക്ക് ഒരു ബൗളിനകത്ത് ചാണകം കൊണ്ട് ഫേഷ്യൽ ചെയ്യാനാണ് പറഞ്ഞത്. സൂപ്പറായിരുന്നു. എന്നിട്ടും ആ കുട്ടിയെ ഹോൾഡിലാണ് ഇട്ടത്. വേറെ ഡയറക്റ്റ് എൻട്രി ഒന്നും കൊടുത്തിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ, തെലുങ്കിൽ ഇതേപോലെ ഒരു OCD ഉണ്ടെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഒരു ലേഡി, ഒരു പെൺകുട്ടിക്ക് നേരെ കൊടുത്തിരുന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു ട്രേക്കകത്ത് ചാണകം വെച്ചിട്ട് ചാണകത്തിനകത്ത് കോയിൻസ് ഇട്ടിട്ട് ആ കോയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക് ആയിരുന്നു കൊടുത്തത്. നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം, ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ മറ്റോ OCD ഉണ്ടെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ചുമ്മാ നിന്ന് ട്രോളി വിടുകയില്ലാതെ ഒരു ടാസ്കും കൊടുത്തില്ല. ഈ OCD ഉള്ളവരൊക്കെ എങ്ങനെ ബിഗ് ബോസിൽ വന്ന് സർവൈവ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഹൈ പ്രൊഫൈലിൽ വന്നിട്ടുള്ള 2-3 സിനിമയിൽ വന്നിട്ടുള്ള ആളെ ഇന്നലെ കന്നഡയിൽ വന്നു കഴിഞ്ഞപ്പം, ഇത് നിങ്ങൾ കോമണറിന് അപേക്ഷിക്കാൻ ആപ്റ്റല്ല എന്ന് പറഞ്ഞിട്ട്, ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ ആപ്റ്റല്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. തെലുങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ അവർ സെലക്ട് ചെയ്തിട്ടില്ല, തമിഴിലും സെലക്ട് ചെയ്തിട്ടില്ല. തമിഴിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് അഭിനയിക്കുന്ന ഒരു പയ്യൻ വന്നപ്പോൾ പോലും അവന് റെഡ് കാർഡാണ് കൊടുത്തത്. നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരാൻ യോഗ്യതയില്ല, നിങ്ങൾക്ക് അത് കോമണേഴ്സിനുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ ആ സംശയം ഉന്നയിച്ചതാണ്. മലയാളത്തിൽ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാരാണ്. മോഡൽസ് ഉണ്ട്, RJs ഉണ്ട്, അതുപോലെ ഡാൻസേഴ്സ് ഉണ്ട്, പിന്നെ സിനിമ ആർട്ടിസ്റ്റുകളുണ്ട്, മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ കുറച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് ജോലി ചെയ്യുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് കോമൺ മാൻ എന്ന് ഉള്ള കാറ്റഗറിയിൽ ഇവരെ പെടുത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ടാസ്ക് ഇന്നലെ കുറച്ച് നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ മലയാളത്തിൽ കൊടുത്തത്. അതായത് ഒരു ടൈം സെറ്റ് ചെയ്യുന്നതല്ല, ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്. അവർക്ക് ടൈം കാണാൻ പറ്റില്ല. സെക്കൻഡ് മൈൻഡിൽ എണ്ണിയിട്ട് 10 പേരെ, ഒരു ഗ്രൂപ്പിൽ 10 പേരെ നിർത്തിയിട്ട് ആ 10 പേർക്ക് ഓരോ ആളുകളായിട്ട് 60 സെക്കൻഡ്സ് കൗണ്ട് ചെയ്ത് ഒപ്പിക്കുന്ന ഒരു ടാസ്ക്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. ലാലേട്ടൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടാസ്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടാസ്കുകളൊക്കെ ഇനി ബിഗ് ബോസ് അഗ്നി പരീക്ഷയിലൂടെ നിങ്ങൾ കാണുന്നത്. എൻ്റെ ലാലേട്ട, നിങ്ങൾ പറഞ്ഞ ടാസ്കുകൾ ഇതുപോലെ സൂപ്പർ ടാസ്കുകളാണെങ്കിൽ ഓക്കെ, അല്ലാതെ നഴ്സറി കുട്ടികളുടെ പോലെ ടീം കൊടുത്തിരിക്കുന്ന ടാസ്കുകളാണെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് വേണ്ട, കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്ത ടാസ്കുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി നല്ല നല്ല ടാസ്കുകളൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇന്നലത്തെ എലിമിനേഷൻ പ്രോസസ്സ് തീരെ മനസ്സിലാവാത്തൊരു സംഗതിയാണ്. അഗ്നിപരീക്ഷ ടീമിനോടാണ്. എനിക്കറിയില്ല, നിങ്ങൾ 24 hours ചിലപ്പോൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും വെച്ചിട്ട് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരിക്കാം നിങ്ങൾ എലിമിനേറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ ഞങ്ങൾക്കത് കൺവേ ആവുന്നില്ല. ഞങ്ങൾക്ക് കൺവേ ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആ ഒരു 2-3 ദിവസം ആ സ്റ്റേജിൽ കണ്ട ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സ് ഒരു ഫെയർ അല്ല എന്നാണ് ഞങ്ങൾ പ്രേക്ഷകർ എന്നൊരു നിലയിൽ തോന്നുന്നത്. അതല്ല, നമുക്കവരെ മനസ്സിലാവുന്നില്ലല്ലോ. 2-3 ദിവസം മെൻ്റൽ എബിലിറ്റി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇവരുടെ മെൻ്റൽ എബിലിറ്റി പോലും കാണാതെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇവരെ ഇന്ന ആൾ ഔട്ടായി, ഈ ടീമിലായതുകൊണ്ട് ഔട്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 24 മണിക്കൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് കൺവേ ആയത് ഇങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഈ മറ്റ് 3 ഭാഷകളിലും അവരുടെ ടാലൻറ്റ്, അവരുടേതായിട്ടുള്ള ടാലൻറ്റ് കാണിച്ച്
അതിൽ അവരെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്ത്, അവിടെ ടാസ്കുകൾ തുടങ്ങിയിട്ടില്ല, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്തവർക്ക് മാത്രമേ ഒരു ടാസ്ക് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ മലയാളത്തിൽ മാത്രം എന്തടിസ്ഥാനത്തിലാണ് ആദ്യം ടാസ്ക് കൊടുത്തിട്ട് പിന്നെ അവരെ സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ ലാംഗ്വേജിലും ഒരേ പ്രോസസ്സിലൂടെ കടന്നു വന്നവരാണുള്ളത്. ഗ്രൂപ്പ് ഡിസ്കഷൻ വരെ കഴിഞ്ഞിട്ട് ആണ് ഈ ജഡ്ജസിൻ്റെ മുന്നിലേക്ക് കയറ്റി വിടുന്നത്. ഈ ജഡ്ജസിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷമാണ് ജഡ്ജസാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ മാത്രം അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ക്രൂ മെമ്പേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് കേട്ടോ ടീമിനെ കുറ്റം പറയുന്നതല്ല. കാരണം ടീമിനെ കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് അഗ്നിപരീക്ഷ ടീമിനെ മൊത്തമായിട്ട് കുറ്റം പറയണം. ഇതില്ല, മറ്റു 3 ഭാഷയിലും നടക്കുന്ന പ്രോസസ്സ് വളരെ ഒരു മിററിൽ കാണുന്ന പോലെ സ്മൂത്തായിട്ട് ബിഗ് ബോസ് മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് പോകുന്നത്. മലയാളത്തിൽ മാത്രമാണ് ഈ കുഞ്ഞി ടാസ്ക് കൊടുത്തിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷനും മനസ്സിലാവുകയും വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്നത്. ഞാൻ കൂടുതലായിട്ട് പറയാത്തതെന്ന് ഞാനൊരു താരതമ്യം മാത്രം പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ട്രെയിനിലിരുന്നിട്ടാണ് ഞാൻ ഈ 12 മണി മുതൽ 4:30 വരെ ഞാൻ ഈ എപ്പിസോഡ്സ് എല്ലാം കണ്ടത്. രാവിലെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മലയാളം മാത്രമേ ടാസ്കുകൾ തുടങ്ങിയിട്ടുള്ളൂ. മലയാളത്തിലെ ടാസ്കിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. പിന്നെ എന്തോ കാൻഡിഡേറ്റ്സ് ഒന്നും ശരിയാവുമായിരിക്കും. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ. ശരിയാവുമായിരിക്കും. നമ്മൾ കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത് എപ്പിസോഡ്സ് കണ്ടതിന് ശേഷം ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ നാളെ രാവിലെ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഇന്നത്തെ ആണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് 18ൻ്റെ എപ്പിസോഡ്സ് രാത്രി 12 മണിക്ക് വരും. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും, ഞാൻ നമസ്കാരം പറഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയുകയാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.